ഒഡീഷയിൽ മെഡിക്കൽ PG പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് ബർഹാംപൂരിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ നിന്ന് മൊബൈൽ വഴി ചിത്രങ്ങൾ പകർത്തിയതാണ് എന്നും അധികൃതർ പറയുന്നു. പരീക്ഷ തുടങ്ങി മിനിറ്റുകൾക്കകം ചോദ്യപേപ്പർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു. ഒഡീഷ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് നടത്തിയ ജനറൽ സർജറി പരീക്ഷയിലാണ് ക്രമക്കേട് ഉണ്ടായത്. ഇതിന്റെ വിവരങ്ങൾ വിഷ്ണു തന്നെ നൽകും. വിഷ്ണു, ഈ ചോദ്യപേപ്പറുകൾ ചോർന്നത് ഈ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ എടുത്ത് പകർത്തി എന്നാണല്ലോ പറയുന്നത്. ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങൾ എടുത്തു എന്ന്. അങ്ങനെയാണെങ്കിൽ യാതൊരു നിബന്ധനകളും ഇല്ലാതെയാണോ ഈ കുട്ടികളെ പരീക്ഷാ ഹാളിലേക്ക് കയറ്റുക? പരിശോധനകൾ ഉണ്ടാവില്ലേ? മൊബൈൽ ഫോൺ കൈവശം വെക്കരുത് തുടങ്ങിയ ചട്ടങ്ങൾ പാലിക്കേണ്ടതല്ലേ? മോത്തി, തീർച്ചയായും. കാരണം സംസ്ഥാന തലത്തിലാണ് നീറ്റ് PGയുമായി ബന്ധപ്പെട്ട് ഈ ഒരു നീറ്റ് PGക്ക് പകരമുള്ള സംസ്ഥാന മെഡിക്കൽ ബോർഡിന്റെ ഈ ഒരു പരീക്ഷ നടക്കുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു മത്സര പരീക്ഷയാകുമ്പോൾ ആ മത്സര പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന വിദ്യാർത്ഥിയെ അടി മുതൽ മുടി വരെ പരിശോധിക്കുന്ന ഒരു രീതിയാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. പക്ഷേ എന്തായാലും ഒഡീഷയിൽ നിന്ന് ഈ ചോദ്യപേപ്പർ ചോർന്നത് ഈ ബർഹാംപൂരിലെ MKCG മെഡിക്കൽ കോളേജിൽ നിന്നാണ് എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരമൊരു തെളിവുകൾ നൽകിയിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി. ഈ തെളിവുകൾ നൽകിയിരിക്കുന്നത് ഭുവനേശ്വറിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്. അവർ പറയുന്നത് ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്ന ബർഹാംപൂരിലെ MKCG മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി തന്റെ കൈവശം ഈ ഒരു ചോദ്യപേപ്പറിന്റെ പകർപ്പുകൾ ഉണ്ട് എന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുകയും തുടർന്ന് അതിലേക്ക് പങ്കുവെക്കുകയും ചെയ്തു എന്നാണ്. എന്തായാലും ഇത് പോലീസിന് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ വിവരമാണ്. ആഭ്യന്തര തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആഭ്യന്തര സമിതി രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർച്ച ക്ലാസ് മുറിയിൽ നിന്ന്, പരീക്ഷാ ഹാളിൽ നിന്നാണ് എന്ന് വ്യക്തമാവുകയാണ്. കാരണം ആ ചോദ്യപേപ്പറിന്റെ ചോർന്നതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പരീക്ഷ ആരംഭിച്ച അല്പസമയത്തിനകം തന്നെ ഈ ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുക്കുന്നു, തുടർന്ന് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കുന്നു. സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ നമ്പറിന്റെ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൽ മറ്റുള്ള അംഗങ്ങളെയും എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. രാജ്യത്ത് നീറ്റ് പരീക്ഷാ ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധം കത്തി നിൽക്കുമ്പോഴാണ് ഒഡീഷയിലും സമാനമായ രീതിയിൽ ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്ന വാർത്തയും പുറത്തു വരുന്നത്. മോത്തി.